എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി വീക്ക്ലി മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. അപ്പോൾ വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരാഴ്ചയാണ് കടന്നുപോയിട്ടുള്ളത്. ഒരുപാട് പ്രധാനപ്പെട്ട ഇവന്റുകളുള്ള ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച, അല്ലേ? നമ്മളുടെ ലോക്കലായിട്ടുള്ള ഇവന്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നിഫ്റ്റിയിലുള്ള അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലുള്ള വെയിറ്റേജ് ഉള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്ന ഒരാഴ്ചയായിരുന്നു. തീർച്ചയായിട്ടും റിസൾട്ടുകൾ അത്ര മോശകരമല്ലാത്ത റിസൾട്ടുകൾ തന്നെയായിരുന്നു വന്നിരുന്നത്. പ്രധാനപ്പെട്ട നമ്മളുടെ റിലയൻസിന്റെ റിസൾട്ട് ഉണ്ടായിരുന്നു, HDFC ബാങ്കിന്റെ റിസൾട്ട് ഉണ്ടായിരുന്നു, പിന്നെ അറിയാം നേരത്തെ ഉണ്ടായിരുന്ന IT സെക്ടറിന്റെ റിസൾട്ടും ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ നമ്മളുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് അത്ര കുഴപ്പകരമല്ലാത്ത ചെറിയ ന്യൂസുകൾ വന്നുവെങ്കിലും മാർക്കറ്റ് അതേ രീതിയിൽ ബിഹേവ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിച്ചില്ല. പക്ഷെ ബിഹേവ് ചെയ്തു, അത് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിച്ചില്ല. പിന്നെ എന്തായിരുന്നു പ്രധാനപ്പെട്ട ഇവന്റ് എന്നത്? US ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നതായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം അധികാരത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹം പല കാര്യങ്ങൾ സംസാരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു, അല്ലേ? തീർച്ചയായിട്ടും അത് മാർക്കറ്റിനെ സ്വാധീനിച്ചു. അമേരിക്കൻ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് ഉയരുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും നമ്മളുടെ മാർക്കറ്റ് കണ്ടതായിട്ട് നടിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചില്ല. കാരണം എന്താണ്? തീർച്ചയായിട്ടും നമ്മുടെ ബജറ്റാണ്. അടുത്ത മാസം 1-ാം തീയതി വരുന്ന ബജറ്റാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ബജറ്റാണ് നമ്മളുടെ മാർക്കറ്റ് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ US പ്രസിഡന്റിനെ സംബന്ധിച്ചാണെങ്കിൽ പല പോസിറ്റീവ് കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതായത് അവിടുത്തെ പലിശ നിരക്ക് US കുറയ്ക്കണം എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി. എന്നാൽ മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ അഭിപ്രായങ്ങൾ അവിടെ സൂചിപ്പിച്ചു എന്നത് ആ ഒരു പോസിറ്റീവ് രീതിക്ക് അല്പം ഒരു മങ്ങലേക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്? US പ്രസിഡന്റ് പലിശ നിരക്ക് അവിടെ കുറയ്ക്കണമെന്ന താല്പര്യം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ കാനഡ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് US ഏർപ്പെടുത്താൻ പോകുന്ന അല്ലെങ്കിൽ ട്രംപ് ഏർപ്പെടുത്താൻ പോകുന്ന ഒരു താരിഫ് എന്നത് അവരുടെ ഇൻഫ്ലേഷൻ കുറച്ച് കൂടുവാനുള്ള സാധ്യത ഇത് ഉണ്ടാക്കുമെന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും അവിടെ വരികയുണ്ടായി. അപ്പോൾ വന്ന ആ ഒരു പോസിറ്റീവ് രീതി പൂർണ്ണമായിട്ടും എടുക്കുവാൻ മാർക്കറ്റ് തയ്യാറാവുന്നതായിട്ടും കാണുവാൻ സാധിച്ചില്ല. തീർച്ചയായിട്ടും US മാർക്കറ്റിനെ നമ്മുടെ മാർക്കറ്റ് ഒരു മദർ മാർക്കറ്റ് ആയിട്ടാണ് കാണുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ മാർക്കറ്റ് തീർച്ചയായിട്ടും ഇത് വാച്ച് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ആ ഒരു പോസിറ്റിവിറ്റി അവിടെ കാണുവാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. ഇനി നമുക്ക് നേരെ റിസൾട്ടുകൾ വന്ന കമ്പനികളുടെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ, റിലയൻസിന്റെ റിസൾട്ട് ആദ്യം വരികയുണ്ടായി. റിലയൻസിന്റെ റിസൾട്ട് വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ട് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അതിനുശേഷം ശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് താഴേക്ക് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. തുടർച്ചയായിട്ട് നല്ല രീതിയിലുള്ള സെല്ലിംഗ് ആണ് റിലയൻസിൽ കാണുവാൻ സാധിക്കുന്നത്. റിലയൻസ് റിസൾട്ടിന്റെ ഫലമായിട്ട് ഉയർന്ന ആ ഒരു പോസിറ്റീവ് രീതി സസ്റ്റെയിൻ ചെയ്യാൻ റിലയൻസിന് സാധിച്ചിട്ടില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇതേ രീതി തന്നെയാണ് HDFC ബാങ്കിലും സംഭവിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ നിഫ്റ്റിയിൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് HDFC ബാങ്ക്, അല്ലേ? ഇതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന റിലയൻസുമാണ്. ഇവയെല്ലാം വളരെ നെഗറ്റീവ് രീതിയിലേക്കാണ് പോകുന്നത്. HDFC ബാങ്കിനെ സംബന്ധിച്ചാണെങ്കിൽ പോസിറ്റീവ് ന്യൂസ് ആണ് ഉണ്ടായതെങ്കിൽ നല്ലൊരു മുകളിലേക്കുള്ള ഒരു ട്രാവൽ ആ ദിവസം നടത്തി. പക്ഷേ പിന്നീടുള്ള ദിവസം എന്താണ് നടക്കുന്നത്? അതിശക്തമായിട്ടുള്ളൊരു ക്രാഷ് താഴേക്ക് നടക്കുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ചിരുന്നതാണ്. FISന്റെ സെല്ലിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സംസാരിച്ചു, അല്ലേ? അതായത് മാർക്കറ്റിനെ എത്ര മുകളിൽ കിട്ടുന്നോ അവർക്കത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ഇവിടെ കാണുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ശരിക്കും നമ്മളെപ്പോലുള്ള ആളുകൾ പരമാവധി താഴേക്ക് മാർക്കറ്റ് വന്നു, ഇനി വാങ്ങിക്കൂട്ടാം എന്ന രീതിയിൽ വളരെയധികം പൈസ പമ്പ് ചെയ്ത ശേഷം മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പമ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും മുകളിലോട്ട് അങ്ങനെ പോകുമെന്ന് കരുതരുത് മാർക്കറ്റ്. പക്ഷേ എന്തായാലും DIs നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? DIsന്റെ കൂടെ നമ്മളും കയറി ബൈ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് മുകളിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് FIS നടത്തുന്നത് എന്നാണ് ഡേറ്റകൾ കാണിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ശരിക്കും ഒരു ബുൾ മൊമെന്റത്തിലല്ല, ശരിക്കും ഒരു ബെയറിഷ് ടെറിട്ടറി തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് നിലവിലും നിൽക്കുന്നത് എന്നതാണ് സത്യം. നമുക്കത് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും മാർക്കറ്റ് ഏതൊരു റേഞ്ചിലാണ് നിൽക്കുന്നത് എന്ന്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തായിരുന്നു സംസാരിച്ചിരുന്നത്? അതായത് നമ്മൾ എല്ലാ ആഴ്ചയിലും വീക്കിലി ഉള്ള മാർക്കറ്റ് റിപ്പോർട്ടാണ് ചെയ്യുന്നതല്ലേ? അപ്പോൾ കഴിഞ്ഞ ആഴ്ച, അതിന് മുന്നത്തെ ആഴ്ച, ഈ ആഴ്ചകളെല്ലാം നമ്മൾ സംസാരിച്ച് എന്തായിരുന്നു? മാർക്കറ്റിന്റെ ആ ഒരു പ്രൈസ് ആക്ഷൻ വെച്ച് മാർക്കറ്റ് എങ്ങനെ നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സംസാരിക്കുന്നത്, അല്ലേ? കഴിഞ്ഞ ആഴ്ച തന്നെ എടുക്കാം. ഞാൻ അതിന് മുന്നത്തെ ആഴ്ചകളിലേക്ക് ഒന്നും പോകുന്നില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ എവിടെയായിരുന്നു നിർത്തിയിരുന്നത്? 22,200 എന്ന, അതായത് നമ്മൾ ശനിയാഴ്ച ഈ ഒരു മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 22,200 എന്ന റേഞ്ചിലായിരുന്നു മാർക്കറ്റ് നിന്നത്. നമുക്കിവിടെ അറിയാൻ സാധിക്കും. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലാണ് ഈ കാണുന്ന റെഡ് ക്യാൻഡിൽ, നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതിനുശേഷം തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. നമ്മളിപ്പോൾ വെള്ളി കൂട്ടുന്നില്ല. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. നമ്മൾ ശനിയാഴ്ചയാണ് മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. അപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച 23,200 ക്ലോസ് ചെയ്തതെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്താണ് സംസാരിച്ചത്? മാർക്കറ്റ് ഒരു ബെയറിഷ് ടെറിട്ടറി തന്നെയാണ്. പക്ഷേ എന്താണ്? അതിശക്തമായിട്ടുള്ള താഴേക്കുള്ള ഒരു ക്രാഷിനുള്ള സാധ്യത കുറവാണ് ഇപ്പോൾ. എന്താണ് കുറവാണെന്ന് പറയാൻ കാരണം? തീർച്ചയായിട്ടും നമ്മുടെ ബജറ്റ് ഉണ്ട്. ബജറ്റിലുള്ള തീരുമാനം അറിയാതെ മാർക്കറ്റ് അങ്ങനെ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ പ്രധാനപ്പെട്ട കമ്പനികളുടെ, വെയിറ്റേജ് ഉള്ള കമ്പനികളുടെ റിസൾട്ട് ഉണ്ട്. ഈ റിസൾട്ട് പക്ഷേ മാർക്കറ്റിനെ സ്വാധീനിക്കും, അല്ലേ?
തീർച്ചയായിട്ടും അത് എന്തിന് കാരണമാകാം? വോളറ്റിലിറ്റിക്ക് കാരണമാകാം. അപ്പോൾ ആ വോളറ്റിലിറ്റി ശരിക്കും ശക്തമായ കൺസോൾട്ടേഷനോട് കൂടിയിട്ടുള്ള ഒരു വോളറ്റിലിറ്റി തന്നെയാവും എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന രീതിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയുള്ള നമ്മളുടെ വ്യൂ അല്ലേ? അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. മാർക്കറ്റ് ആ വെള്ളിയാഴ്ച 23,200 ക്ലോസ് ചെയ്തതെങ്കിൽ അതിനുശേഷം നമ്മളുടെ വന്ന എക്സ്പയറി എവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്? അതേ 23,200 തന്നെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. അതായത് എവിടെയാണോ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തത് അവിടെ തന്നെയാണ് ഈ എക്സ്പയറിക്ക് മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ വെള്ളിയാഴ്ചത്തെ കാര്യം എടുക്കുന്നില്ല, വ്യാഴാഴ്ച നമ്മളുടെ എക്സ്പയറി ഉള്ള കാര്യമാണ് സംസാരിക്കുന്നത്. ശരിയാണ്, വെള്ളിയാഴ്ച അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് ഒരു കറക്ഷൻ നടത്തി, മുകളിലേക്ക് പോയി എങ്കിൽ താഴേക്ക് ഒരു കറക്ഷൻ നടത്തി. നമ്മൾ എന്താണ് സംസാരിക്കുന്നത്? മുകളിലേക്ക് മാർക്കറ്റ് പോകുന്നതനുസരിച്ച് FIS സെല്ല് ചെയ്ത് മാർക്കറ്റിനെ താഴേക്ക് ഇടുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? പക്ഷേ മാർക്കറ്റ് എവിടെയാണ്? നമ്മൾ ആ സംസാരിക്കുന്ന പ്രൈസ് സോണിൽ തന്നെയാണ്. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അതേ പ്രൈസ് സോണിൽ തന്നെ മാർക്കറ്റ് നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. മാർക്കറ്റ് എങ്ങും പോയിട്ടില്ല, മാർക്കറ്റ് അതേ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ശരിക്കും നല്ലൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ കാണിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും അത് ഒരു ശക്തമായ സെല്ലിംഗ് പ്രഷറിലേക്ക് അത് വീഴുകയും ചെയ്യുന്നില്ല അല്ലേ? അതായത് താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ ചെറിയ രീതിയിൽ ബൈ ചെയ്ത് DIs ആയിരിക്കും ഒരു പക്ഷേ ബൈ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം FISന്റെ ശക്തമായ സെല്ലിംഗ് താഴേക്ക് വരുന്നു. അപ്പോൾ മാർക്കറ്റ് ഒരു റേഞ്ചിനകത്ത് നിന്ന് ഇങ്ങനെ കളിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ നിലവിൽ ഇപ്പോഴും മാർക്കറ്റ് ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന രീതിയിൽ തന്നെ മാർക്കറ്റ് നിൽക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് പ്രൈസ് ആക്ഷൻ വെച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മളുടെ ചാനലിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് അതിശക്തമായിട്ട് തന്നെ മാർക്കറ്റ് നേരത്തെ ഉള്ള ദിവസങ്ങളിലൊക്കെ ശക്തമായി താഴേക്ക് വീണു അല്ലേ? ശക്തമായി താഴേക്ക് വീണുവെങ്കിലും എവിടെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്? പ്രധാനപ്പെട്ട 23,000 എന്ന് തന്നെ നമുക്ക് കൂട്ടാം. 23,000 എന്ന ആ ഒരു റേഞ്ചിനടുത്ത് നിന്ന് ശക്തമായി സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നതാണ് പിന്നെ കാണാൻ സാധിക്കുന്നത്. ഈ കൺസോൾട്ടേഷൻ എന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബജറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ മാർക്കറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് എടുത്തു കഴിഞ്ഞാൽ നിലവിലും ഒരു മാറ്റവുമില്ല. നമ്മൾ നേരത്തെ സംസാരിക്കുന്ന പോലെ തന്നെ 22,750 എന്നൊരു ശക്തമായിട്ടുള്ള സപ്പോർട്ടായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് മാറുന്നു. ഇനി മുകളിലേക്ക് പോയാലോ? മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഒക്കെ നിരവധി ഉണ്ട്. അതായത് 23,500, അതുപോലെ തന്നെ 600, 800 ഈ റേഞ്ച് ഒക്കെ ശക്തമാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് റെസിസ്റ്റൻസ് എന്ന രീതിയിൽ. പക്ഷേ ഒരു വിഷയം എന്താണ്? മുകളിലേക്ക് മാർക്കറ്റ് കയറുന്ന സമയത്തെല്ലാം ശക്തമായ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ FISന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നതും കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച രീതിയിൽ നിന്ന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. നിഫ്റ്റി ഇനി ഒരു ബുള്ളിഷ് മൊമെന്റത്തിലോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട പോസിറ്റീവ് ന്യൂസ് ഉണ്ടാവുകയും അതിനുശേഷം 23,800 മുകളിലൊക്കെ ശക്തമായ മൊമെന്റത്തിൽ പോയി ക്ലോസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷിലേക്ക് നീങ്ങുന്നു നമുക്ക് കരുതാം. ഇനി അതല്ല, മാർക്കറ്റ് താഴേക്ക് വന്ന് 22,750 എന്ന വളരെ പ്രധാനപ്പെട്ട ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് മാർക്കറ്റ് വീഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി ഒരു ലോങ് ബെയറിഷിലേക്ക് നീങ്ങുന്നു എന്ന രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും പറയുകയുണ്ടായി തങ്ങളുടെയൊക്കെ പോർട്ട്ഫോളിയോ ഒക്കെ വളരെയധികം താഴേക്ക് വീണു എന്ന്. അതായത് നിഫ്റ്റി ശരിക്കും എത്രയാണ് കഴിഞ്ഞ ദിവസം ക്രാഷ് ആയിരിക്കുന്നത്? ഒരു 113 പോയിന്റിന്റെ ഒരു താഴേക്ക് ഒരു വരക്കം മാത്രമാണ് നിഫ്റ്റി നടത്തിയത് അല്ലേ? പക്ഷേ പലരുടെയും പോർട്ട്ഫോളിയോ ഒക്കെ വളരെയധികം തകർന്നിരിക്കുന്നു. 4-5% ഒക്കെ ഓരോ സ്റ്റോക്കുകൾ അടിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതായത് മിഡ് സ്റ്റോക്ക് ആയിക്കോട്ടെ, സ്മോൾ സ്റ്റോക്ക് ആയിക്കോട്ടെ, ഇവയെല്ലാം ശക്തമായ ഒരു സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. മുകളിൽ നിന്ന് ഈ ഒരു റേഞ്ചിൽ നിന്നൊക്കെ വാങ്ങിയ ആളുകൾക്ക് വളരെയധികം നഷ്ടം സ്റ്റോക്കിന്റെ ലെവലിൽ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇവർക്കൊക്കെ ഇനി ലാഭം ഉണ്ടാവണമെങ്കിൽ മാർക്കറ്റ് ഇനി ശക്തമായി മുകളിലേക്ക് കയറി ഈ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാത്രമേ ഉള്ളൂ അവർക്ക് അവിടെ ലാഭം കാണുവാൻ സാധിക്കുന്നത് അല്ലേ? അതുവരെ അവരുടെ പോർട്ട്ഫോളിയോ ഒക്കെ ഒരു നഷ്ടത്തിൽ തന്നെ ആയിരിക്കും കാണിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ ഇതിനെ പ്ലെഡ്ജ് ചെയ്ത് ഈ സമയം ഉപയോഗിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമയവും ലാഭത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. ശരിയാണ്, നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒക്കെ റെഡിൽ കാണിക്കും. അത് ഭാവിയിൽ, അത് ഒരു ലോങ് ഇൻവെസ്റ്റ് എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഭാവിയിൽ ആ മാർക്കറ്റൊക്കെ വളരെയധികം ഉയരുമെന്ന് നമുക്കറിയാം അല്ലേ? ഈ ഒരു അവസരം യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ പ്ലെഡ്ജ് ചെയ്ത് ഓപ്ഷൻ അറിയാവുന്ന ആളാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എല്ലാ ആഴ്ചയും പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് ഞങ്ങളുടെ കോഴ്സിൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നേരെ വീക്കിലി ചാർട്ടിലേക്ക് ഒന്ന് പോകാം. കഴിഞ്ഞ ആഴ്ച എന്താണ് സംഭവിച്ചത്? അതായത് തൊട്ട് മുന്നത്തെ ആഴ്ച നല്ലൊരു ബ്രേക്ക് ഇവിടെ നടത്തി. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഒരു ചാനൽ ശക്തമായിട്ട് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിച്ചു അല്ലേ? അതിനുശേഷം എന്താണ് ഒരു കൺസോൾട്ടേഷൻ, അതായത് ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിലേക്ക് കഴിഞ്ഞ ആഴ്ച വന്നു. പക്ഷേ ഈ ആഴ്ചയോ ആ കൺസോൾട്ടേഷനെ വിട്ട് കുറച്ചുകൂടി ബെയറിഷിലേക്ക് ഞാൻ പോകുന്നു എന്ന തീരുമാനം എടുക്കുന്നത് പോലെയുള്ള ഒരു ക്യാൻഡിലാണ് ഇവിടെ നിഫ്റ്റിയുടെ വന്ന് നിൽക്കുകയും ചെയ്യുന്നത്. ഇനി അടുത്ത മാസം 1-ാം തീയതി വരുന്ന ബജറ്റിൽ നമ്മളുടെ ധനമന്ത്രി നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വീണ്ടും വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട റേഞ്ചുകൾ ബ്രേക്ക് ചെയ്യുകയും മാർക്കറ്റ് ഒരു
ലോങ് ബെയറിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ലോങ് കൺസോൾട്ടേഷൻ ലെവലിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഇനി നേരെ വരാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയിലേക്കാണ്. ബാങ്ക് നിഫ്റ്റിയുടെ കഥ പറഞ്ഞു കഴിഞ്ഞാലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച അതേ ഭാഗത്ത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയും ഒരു ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്നുള്ള അവസ്ഥയിൽ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സിനൊക്കെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് പറയാം. അത് കഴിഞ്ഞ ആഴ്ച മാത്രമല്ല, അതിന് മുമ്പത്തെ ആഴ്ചകളല്ല ഓപ്ഷൻ സെല്ലേഴ്സിന് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആഴ്ചകളായിരുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചാണ് അല്ലേ, നല്ലൊരു ബെയറിഷ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു എന്ന രീതി സംസാരിച്ചിരുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട റേഞ്ച് ഒക്കെ ബ്രേക്ക് ചെയ്ത ശേഷം ശക്തമായ ബെയറിഷിലേക്ക് മാർക്കറ്റ് വീഴുമ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻ ചെയ്യുന്നവർ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാം. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞ രീതിയിൽ കൺസോൾട്ടേഷനോട് പോകുമ്പോൾ അതെങ്ങനെ പൈസ ഉണ്ടാക്കാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട് അല്ലേ. ഇത് പഠിച്ച ആളുകൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ നിലവിൽ ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. മാർക്കറ്റ് അതിശക്തമായി ഒന്ന് മുകളിലേക്ക് കയറാൻ നോക്കിയെങ്കിലും നമ്മൾ ഇവിടെ വരച്ചിരുന്ന ആ ഒരു ട്രെൻഡ് ലൈനെ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ വീണ്ടും എടുത്തിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. കണ്ടില്ലേ, ലോങ് ടൈമിലുള്ള ഈ പ്രധാനപ്പെട്ട ഈ ഒരു ട്രെൻഡ് ലൈനെ കഴിഞ്ഞ ആഴ്ച വ്യക്തമായ ഒരു റീട്രേസ് എടുത്ത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചുവെങ്കിലും ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റ് താഴേക്ക് തന്നെ വീഴുന്ന രീതിയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇനി താഴേക്ക് വന്നാൽ നമ്മൾ നേരത്തെ സംസാരിച്ചാണ് ഒരു പ്രൈസ് സോൺ എന്ന ഗർത്തത്തിലേക്കാണ് മാർക്കറ്റ് വീഴാൻ പോകുന്നത്. നോക്കൂ, ഇതൊരു പ്രധാനപ്പെട്ട പ്രൈസ് സോൺ ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്ന ബോക്സ്. ഈ പ്രൈസ് സോൺ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റിന് ബെയറിഷിലേക്ക് വരികയും മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് ഈ പ്രൈസ് സോണിലേക്ക് വീഴുകയും ചെയ്താലും ഇവിടെയും ഒരു കൺസോൾട്ടേഷൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. 47,000 എന്നതൊരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് എടുക്കാം. ബാങ്ക് നിഫ്റ്റി 47,000 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വീഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലും അത്ര സുഖകരമല്ലാത്ത കാര്യമാണ് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ നിഫ്റ്റിയുടെ കാര്യം എന്താണ് സംസാരിച്ചത്? പ്രധാനപ്പെട്ട റേഞ്ച് എന്നത് 22,750 ആണ് എങ്കിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാലോ, ബാങ്ക് നിഫ്റ്റി പ്രധാനപ്പെട്ട ഒരു പ്രൈസ് സോണിലേക്കാണ് ആദ്യം വീഴുന്നത്. അതിനുശേഷം മാർക്കറ്റ് 47,000 ബ്രേക്ക് ചെയ്യൂ എന്ന് നോക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഘടകം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് റെസിസ്റ്റൻസ് എന്നത് 49,800 എന്ന് തത്വത്തിൽ പറയാമെങ്കിലും ശരിക്കും 50,000 ഒക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് മൊമെന്റത്തിൽ പോയി നിന്നാൽ മാത്രമേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റി ഒരു ബുള്ളിഷിലേക്ക് തിരികെ പോകുന്നു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അതും തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ബജറ്റ് ഒരു ഘടകമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഈ സപ്പോർട്ടിന്റെ റേഞ്ച് പറയുന്ന കാര്യത്തിലായാലും ഈ റെസിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞ ഒരു കാര്യത്തിലായാലും മാർക്കറ്റ് ഏത് റേഞ്ചിലേക്ക് നീങ്ങണമെന്നത് ഈ ബജറ്റ് തീരുമാനിക്കുമെന്ന് സാരം. അതിനുശേഷം നമ്മുടെ മാർക്കറ്റിന് ഒരു സ്വഭാവമുണ്ട്. എന്താണ്? പൊതുവെ നിഫ്റ്റിയെ സംബന്ധിച്ചായാലും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചായാലും മാർക്കറ്റ് അതിശക്തമായിട്ട് മുകളിലേക്ക് നീങ്ങിയ കാലഘട്ടമായിരുന്നു കുറെ നാളായിട്ടല്ലേ. അതിനുശേഷം മാർക്കറ്റ് ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് വരുന്നു. മാർക്കറ്റിന്റെ കൂടുതലും ഉള്ള സ്വഭാവം എന്നാൽ എന്താണ്? കൂടുതലും മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി മാർക്കറ്റ് ബെയറിഷിലോട്ട് വന്നാൽ തന്നെയും കുറെ നാൾ ഒരു കൺസോൾട്ടേഷനിലോട്ട് പോകുമോ എന്നും തീർച്ചയായിട്ടും നോക്കാം. അപ്പോൾ മാർക്കറ്റിന്റെ ഓവറോൾ ഉള്ള രീതിയെക്കുറിച്ച് സംസാരിച്ചു എന്ന് മാത്രം. അപ്പോൾ പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏതാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നിലവിലുള്ള വ്യൂ എന്നാൽ ശരിക്കും ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ തന്നെയാണ് എന്ന് വരെ ഏറെക്കുറെ നമ്മളുടെ ബജറ്റിന്റെ കാലഘട്ടം വരെ അല്ലെങ്കിൽ ബജറ്റിന്റെ ദിവസം വരെ തീർച്ചയായിട്ടും ഒരു ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിലാണ് നിഫ്റ്റി നിലവിൽ നിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ വിക്സിന്റെ കേസാണ്. നോക്കൂ, ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 16.74 എന്ന അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും ബജറ്റ് പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വിക്സ് ഒക്കെ വളരെയധികം സ്പൈക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വിക്സ് മാത്രമല്ല, നിങ്ങൾ ഓപ്ഷൻ ഗ്രീക്ക് പഠിച്ച ആളുകളാണെങ്കിൽ IV എന്താണെന്ന് നമുക്കറിയാം അല്ലേ. IV ഒക്കെ വളരെയധികം ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. IV ഉയർന്നാലുള്ള പ്രശ്നം എന്താണ്? ഫാർ ഔട്ട് ഓഫ് ദ മണിയിലായിരിക്കും കൂടുതൽ IV ഉള്ളത്. കാരണം അവിടെയൊക്കെയുള്ള പ്രീമിയം ചിലപ്പോൾ 1 രൂപ ഉള്ളതൊക്കെ കയറി 8, 10, 12 രൂപയിലേക്കൊക്കെ സ്പൈക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ടെലഗ്രാം ന്യൂസ് ചാനലിൽ നമ്മൾ സംസാരിച്ചിരുന്നു. എന്താണ് സംസാരിച്ചിരുന്നത്? ഒരിക്കലും നിങ്ങൾ വെള്ളിയാഴ്ച പൊസിഷൻ എടുക്കരുത്, തിങ്കളാഴ്ച നിങ്ങൾ മാർക്കറ്റിനെ വാച്ച് ചെയ്ത ശേഷം സാവധാനത്തിൽ പൊസിഷൻ എടുക്കുക എന്ന് പറഞ്ഞത്. കാരണം പെട്ടെന്നായിരിക്കും ഈ സ്പൈക്കൊക്കെ ഉണ്ടാകുന്നത്. കൂടുതലും ഔട്ട് ഓഫ് ദ മണിയിലായിരിക്കും. ഇൻ ദ മണിയുടെ ആ ഒരു അറൗണ്ട് ഏരിയയിലേക്കാൾ കൂടുതൽ ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും കൂടുതലായിട്ട് സ്പൈക്ക് ചെയ്യുന്നതെന്ന് കാണുവാൻ സാധിക്കും ഈ സമയങ്ങളിൽ. കാരണം തിങ്കൾ, ചൊവ്വ, ബുധൻ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് ബജറ്റിന്റെ ഡേ അടുത്ത് വരുവാണല്ലേ. അപ്പോൾ അതിനനുസരിച്ച് തീർച്ചയായിട്ടും ആ ഒരു സ്പൈക്ക് ഒക്കെ കാണുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കിനി USD INRന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരല്പം ആശ്വാസം നൽകുന്ന രീതിയിൽ ഇവിടെ കാര്യങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നല്ല രീതിയിൽ US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു പോകുന്നതാണ് കാണുവാൻ സാധിച്ചത് അല്ലേ. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളുടെ എടുത്ത് നോക്കുവാണെങ്കിൽ 86 എന്ന റേഞ്ചിനടുത്തേക്ക് അതിൻ്റെ ആ ഒരു വാല്യൂ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു റേഞ്ചിൽ നിന്നും വീണ്ടും താഴേക്ക് വന്ന് ഇന്ത്യൻ റുപ്പീസിന്റെ ഒക്കെ ഒരു പവർ കൂടുകയാണോ, അതോ ജസ്റ്റ് താഴേക്ക് വന്ന ശേഷം വീണ്ടും അതിശക്തമായി മുകളിലേക്ക് പോയി നമുക്ക് വിഷയകരമായ അവസ്ഥയിലേക്ക് പോവുകയാണോ തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. FISന്റെ ഒക്കെ ആ ഒരു സെല്ലിംഗ് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു ഘടകമാണെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആലോചിക്കുക. ഇപ്പോൾ $1 എന്നത് 86 രൂപ 14 പൈസ എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്.
അപ്പോൾ ഇതൊക്കെ വളരെ താഴേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ശരിക്കും FIS ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ഒരു ബൈയിങ്ങിലേക്ക് തിരികെ വരുന്നു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. നമുക്കിനി US-ന്റെ 10-year ഗവൺമെന്റ് ബോണ്ട് ഈൽഡിലേക്ക് ഒന്ന് പോകാം. കഴിഞ്ഞ ആഴ്ച ഒരുവിധം പ്രതീക്ഷയിലേക്കൊക്കെ വന്നുവെങ്കിലും വീണ്ടും അത് നമുക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും FIS ഒക്കെ കൂടുതലും ഇവിടുന്ന് സെല്ല് ചെയ്ത് അവിടെ കൊണ്ട് വാങ്ങുവാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും കൂടുതലും അവർക്ക് ഉണ്ടാവുക. ഇതൊക്കെ കാരണം തീർച്ചയായിട്ടും ഇതൊക്കെ താഴേക്ക് വരുന്നു നമുക്ക് വാച്ച് ചെയ്യാം. നമ്മളിനി ഗോൾഡിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾഡൊക്കെ വളരെ ഒരു ഉയരത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. അതായത് കൂടുതൽ ആളുകളും സ്റ്റോക്കുകൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഗോൾഡ് മേടിച്ചു വെക്കുന്നതാണ് ഇപ്പോൾ സേഫ് എന്ന രീതി ചിന്തിച്ചു തുടങ്ങുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. കാരണം അതേ രീതിയിലുള്ള ഒരു കറക്ഷനിലോട്ട് മാർക്കറ്റ് വന്നു അല്ലേ, ഇനിയും കറക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്ന രീതിയിൽ ആളുകൾ ഭയക്കുന്നതായിട്ടാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. നമുക്കിനി പ്രധാനപ്പെട്ട ഇവന്റ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വരെയും ICICI ബാങ്കിന്റെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇനി ICICI ബാങ്കിന്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഇവന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് നമ്മളുടെ വരുന്ന എക്സ്പയറി, അതായത് വരുന്ന വ്യാഴാഴ്ച ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്, US-ന്റേതാണെന്ന് ഓർക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഇവന്റ് ആണെന്ന കാര്യം മറക്കാതിരിക്കുക. പിന്നെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് എന്താണെന്ന് വെച്ചാൽ അടുത്ത മാസം 1-ാം തീയതി ഉള്ള നമ്മളുടെ യൂണിയൻ ബഡ്ജറ്റ് തന്നെയാണ് എന്ന കാര്യവും മറക്കാതിരിക്കുക. നമ്മളിപ്പോൾ നേരെ വന്നിരിക്കുന്നത് OA ബിൽഡപ്പിലേക്കാണ്. നിഫ്റ്റിയുടെ OA ബിൽഡപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. നോക്കൂ, മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. മാർക്കറ്റ് ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. PCR നോക്കിക്കഴിഞ്ഞാലും മാർക്കറ്റിൽ ഒരു ടൈറ്റ് റേഞ്ച് ആയിട്ട് തന്നെ നിൽക്കുന്നു. ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മാറ്റങ്ങൾ നടന്നുവെങ്കിലും തീർച്ചയായിട്ടും നോക്കൂ, ഇവിടെ കോൾ സെല്ലേഴ്സിന്റെ ഒരു ആധിക്യം അല്പം കൂടുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഓവറോൾ നോക്കുകയാണ് എങ്കിൽ ഒരു കൺസോൾട്ടേഷൻ വിത്ത് ബെയറിഷ് എന്ന അവസ്ഥയാണ് മാർക്കറ്റ് ഇവിടെ കാണിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ ചാർട്ടിൽ കണ്ടത് അത് തന്നെയാണ് നമുക്ക് OA ബിൽഡപ്പ് എടുത്ത് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ നേരെ ഇപ്പോൾ FIS-ന്റെ ഡേറ്റയിലേക്ക് വരാം. നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ്? നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കുന്നത് പോലെ തന്നെ ക്യാഷ് മാർക്കറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ. ക്യാഷ് മാർക്കറ്റിൽ അവർ നല്ല രീതിയിലുള്ള സെല്ലിംഗ് തന്നെ തുടർന്ന് പോവുകയാണ്. നോക്കൂ, കഴിഞ്ഞ ആഴ്ചയിലെല്ലാം നല്ല രീതിയിലുള്ള സെല്ലിംഗ് തന്നെ തുടർന്ന് പോകുന്നുണ്ട്. ലാസ്റ്റ് വെള്ളിയാഴ്ച 2758 കോടിയായിട്ട് മാത്രമേ സെല്ല് ചെയ്തുള്ളൂ എന്ന രീതിയിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇനിയും അവർ സെല്ല് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡേറ്റകളൊക്കെ നമുക്ക് അനുകൂലകരമായിട്ട് വരികയോ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ FIS-ന് കൂടി അനുകൂലകരമായിട്ടൊക്കെ വരുന്നു എന്ന് കണ്ടാൽ മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു ബൈയിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. ഇനി നമ്മൾ ഇൻഡെക്സ് ഓപ്ഷനിൽ FIS എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇൻഡെക്സ് ഓപ്ഷനിൽ FIS-ന്റെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അവർ കോള് ബൈ ചെയ്തിരിക്കുന്നത് 1.6 ലാഖിനാണ്. അതായത് ബുള്ളിഷ് എന്ന രീതിയിൽ 1.6 ലാഖ് അവർ ബൈ ചെയ്ത് വെച്ചപ്പോൾ പുട്ട് ബൈ ചെയ്തുക എന്നെന്താണ് ബെയറിഷ് ആണ് അല്ലേ. 3.17 ലാഖിന് അവർ പുട്ട് ബൈ ചെയ്തേക്കുന്നു. തീർച്ചയായിട്ടും ഓവറോൾ നോക്കുമ്പോൾ ഇവിടെയും സ്ലൈറ്റ്ലി ഒരു ബെയറിഷ്നെസ് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് പ്രോയിന്റെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാലും കോൾ അവർ സെല്ല് ചെയ്തേക്കുന്നത് 1 ലാഖ് സംതിങ്ങിനാണ് എങ്കിൽ പുട്ട് അവർ ബൈ ചെയ്തേക്കുന്നത് 1.88 ലാഖിനുമാണ്. കോൾ സെല്ല് ചെയ്യുക എന്നാൽ തീർച്ചയായിട്ടും അതൊരു ബെയറിഷ് ആണ്. പുട്ട് ബൈ ചെയ്യുക എന്ന് വെച്ചാലും അതും ബെയറിഷ് ആണ്. ഇവിടെയും നല്ലൊരു ബെയറിഷിലോട് അവർ പോകുന്നുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ എന്താണ് കാണുവാൻ സാധിക്കുന്നത്? ഓവറോൾ നോക്കുമ്പോൾ നമുക്കൊരു ടൈറ്റ് റേഞ്ച് കാണുകയും ചെയ്യുന്നു. ഇവിടെ ക്ലയന്റിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരിവിടെ കോൾ സെല്ല് ചെയ്തേക്കുന്നത് 59,000 സംതിങ്ങിന് മാത്രമാണെങ്കിൽ പുട്ട് ഇവിടെ സെല്ല് ചെയ്തിരിക്കുന്നത് 6.45 ലാഖിനാണെന്ന് കാണാൻ സാധിക്കുന്നു. ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ അവർ ഇവിടെ പുട്ട് സെല്ല് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അവർ ബുള്ളിഷിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഓവറോൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിൽ തന്നെയാണ് നിലവിൽ നിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ മാർക്കറ്റിന്റെ ഒരു രീതി എന്താണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ശരിക്കും നമുക്ക് മാർക്കറ്റിന്റെ ശരിയായ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ബജറ്റ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബജറ്റിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ബജറ്റ് നമ്മളുടെ വരുന്ന ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ബജറ്റിന്റെ ദിവസം ട്രേഡിംഗ് ഓഫ് ഡേ ആണല്ലേ, പക്ഷേ അന്ന് ട്രേഡിംഗ് നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന രീതിയിലുള്ള ന്യൂസുകൾ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അന്നൊരു വീഡിയോ ചെയ്യുവാൻ ശ്രമിക്കാം. കാരണം നമ്മൾ സാധാരണ വീക്കിലി റിപ്പോർട്ട് ചെയ്യുന്ന ആ ദിവസമാണല്ലേ, അന്ന് ബജറ്റ് ആയതുകൊണ്ട് ഒരു പക്ഷേ അന്ന് വൈകുന്നേരം ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ അടുത്ത ആഴ്ചയുള്ള വീക്കിലി റിപ്പോർട്ട് വരുന്നത്. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബജറ്റിന്റെ ഡേ ഒക്കെ വെറുതെ ട്രേഡ് ചെയ്ത് നിങ്ങൾ പൈസ കളയരുത്. വളരെ വലിയ മൂവ്മെന്റ് ഒക്കെ ആ ദിവസം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും വരുന്ന ആഴ്ച നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.